വിശദമായ വാർത്തയിലേക്ക്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക വാർത്താ സമ്മേളനം ഇന്ന് രാവിലെ 10 മണിക്ക് കോൺഗ്രസ് ആസ്ഥാനത്താണ് രാഹുൽ മാധ്യമങ്ങളെ കാണുക. വോട്ട് ചോരി ആരോപണങ്ങൾക്ക് പിന്നാലെ ഒരു ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. വാരണസി, ഹരിയാന, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ വോട്ട് അട്ടിമറിയെക്കുറിച്ചാകും രാഹുൽ പറയുകയെന്നാണ് സൂചന. കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്ന് തൗഫീഖ് അസ്ലം ചേരുന്നുണ്ട്. തൗഫീഖ്, ആകാംക്ഷയുടെ രാജ്യം കാത്തിരിക്കുന്ന വാർത്താ സമ്മേളനമാണ്. ബാംഗ്ലൂരിൽ വെച്ച് രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് വെളിപ്പെടുത്തിയ പല കാര്യങ്ങൾ അതിന്റെ ബാക്കി പത്രമായിരിക്കുമോ കോൺഗ്രസ് ആസ്ഥാനത്ത് ഇന്ന് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്താൻ പോകുന്നത്? എന്തൊക്കെയാണെന്നുള്ളതിന്റെ സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? അതന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി 10 മണിക്ക് ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന കസേരയിൽ രാഹുൽ ഗാന്ധി 10 മണിയോടുകൂടി എത്തും. കൃത്യം 10 മണിക്ക് തന്നെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ആരംഭിക്കുകയും ചെയ്യും. വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് രാഹുൽ ഗാന്ധി ഇന്ന് പുറത്തുവിടുക എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ഒരു ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമെന്ന് രാഹുൽ ഗാന്ധി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇന്ന് അത് ഉണ്ടാകില്ല എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. പകരം ചില വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട് മറ്റു ചില സംസ്ഥാനങ്ങളിലെ വിവരങ്ങളായിരിക്കും രാഹുൽ ഗാന്ധി പുറത്തുവിടുകയെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അതിൽ പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസി, അതോടൊപ്പം തന്നെ ഹരിയാന, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ക്രമക്കേടുകളുടെ ഒരു വിവരങ്ങളായിരിക്കും രാഹുൽ ഗാന്ധി പുറത്തുവിടുകയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും 10 മണിക്ക് തന്നെ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം ആരംഭിക്കുകയും ചെയ്യും. നമുക്ക് ഓർമ്മയുണ്ട്, 40 ദിവസം മുമ്പായിരുന്നു രാഹുൽ ഗാന്ധി ഇതേ സ്ഥലത്ത് വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ പിടിച്ചുകുലുക്കിയ ഒരു വാർത്താ സമ്മേളനം നടത്തിയത്. ആ വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ട് ഇന്ന് 40 ദിവസമാകുന്നു. ആ 40ാമത്തെ ദിവസമാണ് മറ്റൊരു വാർത്താ സമ്മേളനത്തിനായിട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരുങ്ങിയിരിക്കുന്നത്. ഈ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളൊരു ആകാംക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏത് മണ്ഡലത്തെക്കുറിച്ചാണ്, ഏത് സംസ്ഥാനത്തെക്കുറിച്ചിട്ടുള്ള വോട്ടുകൊള്ളയുടെ വിവരങ്ങളാണ് രാഹുൽ ഗാന്ധി ഇന്ന് പുറത്തുവിടുക എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ നടന്ന വലിയ ക്രമക്കേടുകൾ അവിടെ നടന്നിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് നിരന്തരമായിട്ടൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ തെളിവുകളാണ് ഇന്ന് പുറത്തുവിടുക എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗുജറാത്തിലും ഹരിയാനയിലും വ്യാപകമായിട്ടുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. കാരണം ഭൂരിഭാഗം സർവേ ഫലങ്ങളും ഹരിയാനയിൽ കോൺഗ്രസ് വിജയിക്കുമെന്നുള്ളതായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കോൺഗ്രസ് വലിയ രീതിയിൽ ഹരിയാനയിൽ പരാജയപ്പെട്ടിരുന്നു. അത് ക്രമക്കേടുകളിലൂടെയാണ് അത്തരമൊരു വിജയം അവിടെ BJPക്ക് ഉണ്ടായത് എന്നുള്ളൊരു നിഗമനമാണ് കോൺഗ്രസിലുള്ളത്. അതുകൊണ്ട് തന്നെ BJP എങ്ങനെയാണ് ഹരിയാനയിൽ ജയിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെ വീഡിയോ പ്രസന്റേഷനിലൂടെ ആയിരിക്കും രാഹുൽ ഗാന്ധി ഇത്തവണയും വാർത്താ സമ്മേളനം നടത്തുക. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡാറ്റകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. ആ ഡാറ്റകൾ വെച്ചുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമായിരിക്കും ഇന്നും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാവുക. മാത്രം വന്ന അജയ് റായിയുടെ അന്നത്തെ നില നമ്മൾ കണ്ടതാണ്. ഒരു ഘട്ടത്തിൽ മോദിക്ക് മുന്നിലേക്ക് കാര്യങ്ങൾ കടക്കുന്ന രീതി ഉണ്ടായിരുന്നു. അവസാനമാണ് വലിയ അട്ടിമറി നടന്നുവെന്ന് സ്വാഭാവികമായും സംശയം തോന്നുന്ന തരത്തിലേക്ക് ആ റിസൾട്ട് വന്നിരുന്നത്. അത് അന്ന് തന്നെ കോൺഗ്രസ് ഉയർത്തിയതാണ്. അത് തന്നെ ആയിരിക്കുമോ പ്രധാനപ്പെട്ട രാഹുലിന്റെ പോയിന്റ് എന്നാണ് മനസ്സിലാക്കുന്നത്. തൗഫീഖ് സൂചിപ്പിച്ചതുപോലെ അന്ന് നടന്നതുപോലെ എല്ലാ ഡേറ്റയും വെച്ചിട്ടുള്ള വിശദമായിട്ടുള്ള എന്ത് അട്ടിമറി നടന്നു, ഇല്ലെങ്കിൽ എന്ത് തിരിമറി നടന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ സൂചന നൽകിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അത്ര വലിയ അടി ഉണ്ടാക്കുന്ന രീതിയിലേക്കായിരിക്കുമോ കാര്യങ്ങൾ കടക്കുക? തന്നെ അതിനുള്ള സാധ്യതയുണ്ട്. വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉയരുകയെങ്കിൽ അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയേണ്ടി വരും. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ നടന്ന ക്രമക്കേടുകളാണ്, വോട്ടുകൊള്ളയാണെങ്കിൽ അതിന് BJP ഉൾപ്പെടെ മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ തവണ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തിയത്. അതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് സത്യവാങ്മൂലം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത്. സത്യവാങ്മൂലം നൽകിയില്ലെങ്കിൽ രാഹുൽ ഗാന്ധി ജനങ്ങളോട്, രാജ്യത്തോട് മാപ്പ് പറയണമെന്നുള്ളൊരു കാര്യമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത്. എന്നാൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയുകയോ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സത്യവാങ്മൂലം നൽകുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ മറ്റൊരു കാര്യം അല്ലെങ്കിൽ മറ്റൊരു ആരോപണവുമായി രാഹുൽ ഗാന്ധി എത്തുന്നു എന്നുള്ള സൂചനയാണ് നിലവിൽ ലഭിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിലെ വിവരങ്ങളാണ് പുറത്തു വരുന്നതെങ്കിൽ അത് കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അജയ് റായ് ഒരു ഘട്ടത്തിൽ അവിടെ മുന്നിലെത്തിയിരുന്നു. പ്രധാനമന്ത്രിയെക്കാളും നിരവധി വോട്ടുകൾക്കാണ്, 1000-ലധികം വോട്ടുകൾക്ക് അജയ് റായ് അവിടെ മുന്നിലെത്തിയിരുന്നു. ഏകദേശം 15 മിനിറ്റോളം ആ ഒരു മുന്നേറ്റം അവിടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. വളരെ പെട്ടെന്നാണ് അജയ് റായ് താഴേക്ക് പോവുകയും പ്രധാനമന്ത്രി വീണ്ടും വോട്ട് നില മെച്ചപ്പെടുത്തി മുന്നോട്ട് കുതിക്കുകയുമായിരുന്നു. ഇതോടുകൂടിയാണ് കോൺഗ്രസിന് വലിയ രീതിയിലുള്ള സംശയം ഉടലെടുക്കുകയും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ
ആരോപണങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിലെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്ന് പുറത്തുവിടുകയെങ്കിൽ അത് കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കും. BJP അതിന് മറുപടി പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറുപടി പറയേണ്ടി വരും. എന്താണ് രാഹുൽ ഗാന്ധി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സസ്പെൻസ് എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ അറിയാം. മാത്രമല്ല, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. നമുക്കറിയാം, ആദ്യത്തെ വെളിപ്പെടുത്തൽ തന്നെ അതിനുശേഷമുള്ള വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ നടത്തിയതിനു ശേഷം തന്നെ അതുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട്, രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള ആ തെളിവുകൾ വെച്ച് ജനങ്ങളിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം, അതെല്ലാം വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. അത് കൂടുതൽ വ്യക്തമാകുമ്പോൾ കൂടുതൽ കടുക്കും കാര്യങ്ങൾ എന്നല്ലേ BJP അതിനെ സ്വാഭാവികമായിട്ടും ഭയക്കുന്നുണ്ടാവും. ഏതു തരത്തിലൊരു പ്രതിരോധമാണ് BJP ഉയർത്തുന്നത്? തന്നെ രാഹുൽ ഗാന്ധിയുടെ ആദ്യഘട്ട വാർത്താ സമ്മേളനത്തിന് ശേഷം BJP കോൺഗ്രസിനെതിരെയും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്തമല്ല രാഹുൽ ഗാന്ധി നിർവഹിക്കുന്നത്, മറിച്ച് ചില വ്യാജ വാർത്തകളാണ് രാഹുൽ ഗാന്ധി കൊണ്ടുവരുന്നത് എന്നുള്ളൊരു ആരോപണമായിരുന്നു ആ ഘട്ടത്തിൽ BJP ഉയർത്തിയത്. അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും BJP ഇതിനെ പ്രതിരോധിക്കാനായിട്ട് ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം ഉയർത്തുകയെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കാരണം പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തെക്കുറിച്ച് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ രാഹുൽ ഗാന്ധിയുടെ കൊണ്ടുണ്ടായാൽ വളരെ വേഗം തന്നെ BJPയും ഒരു വാർത്താ സമ്മേളനം വിളിച്ച് അതിനെതിരെ രംഗത്തെത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഈ പ്രധാനമന്ത്രിയുടെ വിജയവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് തന്നെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് കമ്മീഷൻ അന്വേഷണങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നോ എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറയുകയോ അതിലൊരു അന്വേഷണമോ ഒന്നും നടന്നിരുന്നില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ വലിയ ആശങ്കയുണ്ടായിരുന്നവർ നിരന്തരം അതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങൾ നിർണായകമായിരിക്കും. കാരണം ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് ഒരു രണ്ടാമത്തെ വാർത്താ സമ്മേളനമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകുന്നത്. അതും 40 ദിവസത്തിനു ശേഷമാണ്. ആദ്യം നടന്ന വാർത്താ സമ്മേളനത്തിൽ ബംഗളൂരുവിലെയും കർണാടകയിലെയും എല്ലാം വ്യാപകമായിട്ടുള്ള വോട്ട് ചേർക്കലിനെയും വ്യാജ വോട്ടർമാരെയും എല്ലാം തുറന്നു കാട്ടുന്ന ഒരു വാർത്താ സമ്മേളനമായിരുന്നു ഇതേ വേദിയിൽ രാഹുൽ ഗാന്ധി നടത്തിയത്. അതിന് സമാനമായിട്ടുള്ള ഒരു വാർത്താ സമ്മേളനവുമായിട്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി വീണ്ടും എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് രാജ്യം ഈ വാർത്താ സമ്മേളനത്തിനെ ഉറ്റുനോക്കുന്നു. രാഹുൽ ഗാന്ധി എന്ത് സസ്പെൻസ് ആണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ആ സസ്പെൻസ് അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കും. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഹൈഡ്രജൻ ബോംബാണോ ഇന്ന് പൊട്ടുന്നത് എന്നതിനെ കുറിച്ചൊരു വ്യക്തത അതിന്റെ ആകാംക്ഷയിലാണ്